വിശദീകരണമായിരുന്നു സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്തുണ്ടായിരുന്നത്. അതേ രൂപത്തിൽ സൂറത്തുൽ യാസീനിലെ 52ാമത്തെ ആയത്തും സൂറത്തുൽ ഖിയാമ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൂറത്തുകളൊക്കെ നമ്മൾ പരാമർശിച്ചു. അതേ രൂപത്തിൽ സക്കത്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം അടങ്ങുന്നതിനാണ് സക്കത്ത് എന്ന് പറഞ്ഞത് എന്നും സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത് അവസാനിച്ചാൽ ഉടനെ തന്നെ കാണുന്ന ചെറിയൊരു സീൻ അത് സക്കത്താണ്, ഓതുമ്പോൾ ശ്രദ്ധിക്കണമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇനി നമുക്കിന്ന് പറയാനുണ്ട് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്നതിൻ്റെ ബഹുമാനം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം ബഹുമാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് കൊടുക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ഖാലൽ അബ്ദു, ഒരു അടിമ പറഞ്ഞു, എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു മറത്തൻ, ഒരു തവണ, ഒറ്റ തവണ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മലഅത് മാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിൽ അതിന്റെ സന്തോഷം നിറയും. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ സന്തോഷം അല്ലാഹുവിന് എത്രയാണ്? അത് ആകാശ ഭൂമികൾക്കിടയിൽ ആ സന്തോഷം നിറയും. അത്രയും ഇഷ്ടമാണ് അൽഹംദുലില്ലാഹ് എന്ന് ഒരു അടിമ പറയൽ. നിങ്ങൾ നന്ദി, നന്ദി എന്നതിൻ്റെ അവസാനത്തെ വാക്കാണ്, ആ അവസാനത്തെ വാക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിന്റെ ഒരു ചുരുക്കമാണ് അൽഹംദുലില്ലാഹ് എന്നത്. അല്ലാഹുവിന് ഒരു അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കേൾക്കാൻ വലിയ താല്പര്യമാണ്, വലിയ ഇഷ്ടമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ ബാക്കി ഭാഗം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹ് സാനിയാ, ഒരു അടിമ രണ്ടാമതും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് ഒരു തവണയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആകാശഭൂമികൾക്കിടയിൽ അതിന്റെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ വഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹ് സാനിയാ, ഒരു അടിമ അൽഹംദുലില്ലാഹ് എന്ന് രണ്ടാമത് പറഞ്ഞാൽ മലഅത് മാ ബൈന അസ്സമാഇ സാബിഅതി ഇലൽ അർദി സുഫ്ലാ, 7 ആകാശം മുതൽ 7 ഭൂമി വരെ അതിന്റെ സന്തോഷം നിറയും. വഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹ് സാലിസാ, മൂന്നാം തവണയും ഒരു അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല സന്തോഷം കൊണ്ട് പറയുകയാണ്, സൽ തുഅ, മോനെ നിനക്ക് എന്താണോ വേണ്ടത് അത് നീ ചോദിച്ചോ, ഞാനത് തരാം എന്ന് അല്ലാഹു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഏതെല്ലാം ഭാഗങ്ങളിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ടോ അത് ഏറ്റവും കനപ്പെട്ട അൽഹംദുലില്ലാഹുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മൾ ബാത്റൂമിൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചതിന്റെ ശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോയി നമ്മൾ വേസ്റ്റ് ആക്കേണ്ടതെല്ലാം വേസ്റ്റായി അതിൽ നിന്ന് വിസർജനം നടത്തി അങ്ങനെ അത് വളരെ വൃത്തിയായി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ പറയേണ്ട വാചകമാണ് الحمد لله الذي أذهب عني الأذى وعافاني
അവിടെ ഒരു ഹംദുണ്ട്, വല്ലാത്തൊരു ഹംദാണ് ആ ഹംദ്. കാരണം എത്രയോ മാലിന്യങ്ങൾ അടിഞ്ഞു കിടന്ന ഈ വേസ്റ്റിനെ പുറന്തള്ളിച്ച അല്ലാഹുവിന് സ്തുതി അർപ്പിക്കുകയാണ്. എന്നാൽ വയർ സ്തംഭിച്ച് വയറ്റിന്ന് പോകാതെ നിൽക്കുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് ബാത്റൂമിൽ പോയി പോയേ നീക്കി തന്നല്ലോ, അത് നീങ്ങിപ്പോകാതെ എന്റെ വയറ്റിൽ അടഞ്ഞുകൂടി നിൽക്കുകയാണെങ്കിൽ എത്രമാത്രം അതിന്റെ പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടി വരും. അവിടെയും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഹംദാണ്. അതേ രൂപത്തിൽ നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അവിടെയും നിങ്ങൾ നോക്കൂ, ഉറക്ക് എന്ന് പറയുന്നത് ഒരു മരണത്തിന്റെ പകുതിയാണല്ലോ. നമ്മുടെ ഓർമ്മയില്ലാതെ കിടക്കുന്ന ഒരു സമയമാണല്ലോ ഉറക്ക്. എന്നാൽ നമ്മുടെ ആത്മാവ് വിട്ട് പിരിഞ്ഞിട്ടില്ല. ഉറക്കിൽ നമ്മുടെ തിരിച്ചറിവ് മാത്രമേ പോയിട്ടുള്ളൂ. എന്നാൽ അതൊരു മരണത്തിന്റെ പകുതിയായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉറക്കിൽ നിന്നും പടച്ചറപ്പ് നമ്മെ ഉണർത്തി തന്നല്ലോ. ഉറക്കിൽ എത്ര പേരുണ്ട് സൈലന്റ് അറ്റാക്കായി മരണപ്പെട്ടവർ? രാത്രി ഉറങ്ങിയതാണ്, രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പിന്നെ എഴുന്നേൽക്കാത്തവർ എത്രയുണ്ട്? അവിടെയും എന്നെ റബ്ബ് ഉണർത്തി തന്നല്ലോ, എനിക്ക് ഒന്നുകൂടെ ആയുസ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഈ ഹംദും പറഞ്ഞുകൊണ്ടാണ് ഒരു മുഅ്മിൻ നേരത്തെ എഴുന്നേൽക്കേണ്ടത്. ഞാൻ ചോദിക്കുന്നു, മുഅ്മിനീങ്ങളെ, ഇന്നും നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റവരല്ലേ? ഇന്നൊരു ഹംദ് പറഞ്ഞവർ എത്ര പേരുണ്ട്? നിങ്ങൾ ഒന്ന് മനസ്സിനോട് ചോദിക്കുക. ഇല്ല എങ്കിൽ നമ്മൾ അങ്ങനെ ഹംദ് പറഞ്ഞ് ശീലിക്കണ്ടയോ? റബ്ബിനല്ലേ നമ്മൾ അങ്ങനെയുള്ള ഹംദ് നമ്മൾ സമർപ്പിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ഓരോ കർമ്മങ്ങളിലും പരിശോധിച്ച് നമ്മൾ ഹംദ് രേഖപ്പെടുത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി താലിതാ, ഒരു അടിമ മൂന്നാമതായി അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൽ തുഅ, മോനെ നിനക്ക് എന്താണോ വേണ്ടത് നീ ചോദിച്ചോ, തൊഴുത്താ ഞാൻ അത് നൽകാം എന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു അവന്റെ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നിങ്ങൾ നമുക്ക് ആ ഭാഗത്ത് പഠിക്കാനില്ല. നന്ദി പറയുന്ന സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംദ് എന്ന പദമാണ് തിരഞ്ഞെടുത്തത്. സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദു, അവിടെ അൽഹംദു എന്ന് പറയുന്നതിന് പകരം അശ്ശുക്രു എന്ന് പറഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണല്ലോ പറഞ്ഞത്. എന്തേ അശ്ശുക്രു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാതിരുന്നത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ്. കാരണം ശുക്ർ എന്ന പദത്തിനേക്കാൾ അർത്ഥവ്യാപ്തി കൂടുതലുള്ളത് ഹംദ് എന്ന പദത്തിനാണ്. അവിടെ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹിജായിയായ ഹർഫുകൾ 29. ആ 29 ഹർഫുകളും പ്രധാനമായും 3 ഭാഗങ്ങളിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത്. ഒന്ന് ഹൽഖ് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. ആ തൊണ്ടയുടെ അങ്ങേയറ്റം മുതൽ മുകൾ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് 6ഓളം ഹർഫുകൾ വരുന്നുണ്ട്. അങ്ങേ അറ്റത്താണ് ഹംസയും ഹാവും. നമ്മളിങ്ങനെ വളഞ്ഞിട്ടുള്ള ഹാ ഉണ്ടാകും. അല്ലാഹു എന്നതിലെ ഹാ, ഹുവല്ലാഹു എന്ന് പറയുന്ന ഹാ. ആ ഹംസയും ഹാവും ഉള്ളത് ഹൽഖിന്റെ അങ്ങേ അറ്റത്താണ്. ഇനി ഒന്നുകൂടെ മുകളിലേക്ക് കയറിയാൽ അതിന്റെ മധ്യഭാഗത്താണ് ഐനും ഹാവും ഉള്ളത്. ഐന് ഹാ, അൽഹംദു എന്നതിലെ ഹാ. അൽ ഐന് ഉള്ളത് ഇവിടെയാണ്. ഒന്നുകൂടെ മുകളിലേക്ക് കയറിയാൽ ഹൽഖിന്റെ മുകളിലെ ഏറ്റവും മുകളിലെ ഭാഗത്താണ് ഖൈനും ഖാഉം ഉള്ളത്. അങ്ങനെ 6 അക്ഷരങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നു.
ആ 6 അക്ഷരങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഹംദ് എന്ന പദത്തിന് ഹാ കൊടുത്തു. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫതൈനി എന്ന് പറയുന്ന ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്, ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്. ഷഫതൈനിയിൽ പെട്ടതാണ് മീമുള്ളത്. ആ മീമിനെ അല്ലാഹു അൽഹംദു ഹംദ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഹൽക്കിൽപ്പെട്ട ഹാഇനെ തെരഞ്ഞെടുത്തു, ഷഫത്തിൽപ്പെട്ട ചുണ്ടിൽപ്പെട്ട മീമിനെ തെരഞ്ഞെടുത്തു. ലിസാൻ നാക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുണ്ട്, അതിൽ നിന്ന് ദാലിനെയും തെരഞ്ഞെടുത്തു. അങ്ങനെ തെരഞ്ഞെടുത്തപ്പോഴോ ഹൽഖ്, ഷഫത്ത്, ലിസാൻ ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഓരോന്നിനെയും തെരഞ്ഞെടുത്തപ്പോൾ എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുള്ള പദമായി ഹംദ് വന്നപ്പോൾ ആ ഹംദിന് അർത്ഥവ്യാപ്തി കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ എത്രമാത്രം സൂക്ഷ്മതയിലാണ് രേഖപ്പെടുത്തി വെച്ചത്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ, പദങ്ങൾ പോലും വിശുദ്ധ ഖുർആനിൽ ഓരോന്നും വളരെ ഉന്നത സ്ഥാനങ്ങളിലാണ് വെച്ചിട്ടുള്ളത്. ഇനിയോ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഉദാരമതിയായ അല്ലാഹുവിനുള്ള നന്ദി പ്രകടനമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്ദി 3 തരത്തിലുണ്ട്. 1 ഹൃദയം കൊണ്ടുള്ള നന്ദി, 2 നാവ് കൊണ്ടുള്ള നന്ദി, 3 അവയവങ്ങളെ കൊണ്ടുള്ള നന്ദി. ഒന്നാമതായി നമുക്ക് അറിയാനുള്ളത് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. ഹൃദയം കൊണ്ടുള്ള നന്ദി അതെങ്ങനെയാണ്? എല്ലാ അനുഗ്രഹവും ചെയ്തു തരുന്നവൻ അല്ലാഹുവാണ് എന്ന തിരിച്ചറിവാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് കിട്ടിയ ഏത് അനുഗ്രഹവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം അല്ലാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒരു മുസ്ലിം അവന്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും അല്ലാഹുവിൽ നിന്നാണ് എന്ന് മനസ്സുകൊണ്ട് സമ്മതിക്കലാണ് ഹൃദയം കൊണ്ടുള്ള നന്ദി. ഇനി രണ്ടാമത് നാവ് കൊണ്ടുള്ള നന്ദി. നാവ് കൊണ്ടുള്ള നന്ദി എങ്ങനെയാണ്? നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അല്ലാഹുവിന് ഹംദും മദ്ഹും ശുക്റും ചെയ്യുന്നതാണ് നാവ് കൊണ്ടുള്ള ഹംദ്. മുഫസ്സിറുകൾ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്, നാവ് കൊണ്ടുള്ള നന്ദിയിൽ പെടുന്നതാണ് എന്ത്? അനുഗ്രഹങ്ങളെ എടുത്തു പറയൽ. ഉദാഹരണം, പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ ശരീരത്തിൽ ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. അവിടെയും അൽഹംദുലില്ലാ. ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എൻ്റെ എല്ലാ മക്കളെയും ഞാൻ കെട്ടിച്ചയച്ചു, ഒരു കടവുമില്ല, അൽഹംദുലില്ലാ. നാക്ക് കൊണ്ടുള്ള ഷുഗറാണ്. അതേ രൂപത്തിൽ കെട്ടിച്ചയച്ച മക്കളൊക്കെ നല്ല സുഖത്തിലാണ്, അൽഹംദുലില്ലാ. എല്ലാ മക്കൾക്കും നല്ല വീടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതേ രൂപത്തിൽ നമുക്ക് പറയാം, ഈ ദിവസം വരെ ആയിട്ട് ഒരു ജമാഅത്തും മുടക്കിയിട്ടില്ല, അൽഹംദുലില്ലാ. ഇന്ന് വരെ ഞാൻ നിന്ന് നിസ്കരിച്ചു, അൽഹംദുലില്ലാ. ഇനി മരണം വരെ ഞാൻ തന്നെ നിസ്കരിക്കണം, ദുആ ചെയ്യണം, അൽഹംദുലില്ലാ പറയാറുണ്ട്.
അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഹജ്ജ് ചെയ്തു പറയാറുണ്ട്. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയതാണ് എന്ന തിരിച്ചറിയും അത് നാക്കുകൊണ്ട് ആ അനുഗ്രഹം എടുത്തു പറയലുമാണ് നാക്കുകൊണ്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ എല്ലാം കഴിയുന്നവൻ അല്ലാഹുവാണ്. എനിക്കൊന്നും കഴിയില്ല, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള തൗഫീഖ് നൽകിയവൻ അല്ലാഹുവാണ്. അത് അഹങ്കാരത്തിന്റെ വാചകമാകരുത്. അഹങ്കാരത്തിന്റെ വാചകമായാൽ ആ നിമിഷം നമ്മുടെ ഓരോന്നും മൈനസായി പോകും. ഉദാഹരണം, ഞാനാണ് ഓനെ ഗൾഫ് കൊണ്ടുപോയത്, പറയാൻ പാടില്ല. കൊണ്ടുപോയിക്കോട്ടെ, എങ്കിലും ഞാനാണെന്നുള്ള ആ ഒരു മുങ്ക് പറയാൻ പാടില്ല. ഞാനാണ് ഓന് വീട് വെച്ചു കൊടുത്തത്, പറയാൻ പാടില്ല. സംഗതി നമ്മൾ തന്നെയാണെങ്കിൽ പോലും പറയരുത്. ഞാനാണ് ഓന്റെ മക്കളെ കെട്ടിച്ചു കൊടുത്തത്, പറയാൻ പാടില്ല. അതേ രൂപത്തിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത വാചകങ്ങൾ മഹാന്മാർ ചർച്ച ചെയ്തുകൊണ്ട് പറയുകയാണ്. ഒരാൾ നമ്മളോട് ചോദിച്ചു, കൈഫൽ ഹാൽ, എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ എന്താ പാട് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ, അങ്ങനെ പോകുന്നു പറയരുത്. അങ്ങനെ പോയാൽ അങ്ങനെ തന്നെ പോകും. എവിടെയും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ദുനിയാവല്ലേ, മുഅ്മിനീങ്ങൾക്കല്ലേ പ്രയാസമുള്ളത്, അങ്ങനെ പറഞ്ഞു നിൽക്കുക എന്നല്ലാതെ അങ്ങനെ പോകണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പോകുള്ളൂ. അവിടെയും നമുക്കൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ എന്നതാണ് മഹാന്മാർ ചോദിക്കുന്നത്. അതേ രൂപത്തിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വാചകമാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് 25 ബിൽഡിംഗ്, ഇഷ്ടംപോലെ വാടക റൂമുകളുണ്ട്. ഒരു ബിൽഡിംഗ്, ഉദാഹരണമാണോ, ഒരു ബിൽഡിംഗ് മാത്രം നിയമപാലകർ പറഞ്ഞു ഇത് വഖഫ് സ്വത്താണ്, ഇത് നിങ്ങൾക്ക് ഇനി കൈകാര്യം ചെയ്യാൻ പറ്റൂല, സീല് വെച്ച്, അല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് പിടിച്ചെടുത്തു എന്ന് കരുതാം. പിന്നെ അതിന്റെ പിന്നാലെ വാശിയുമായിട്ട് അത് വിട്ടുകൊടുക്കൂല, അങ്ങനെയാണ്, ഞാൻ എവിടെ കേസ് കൊടുക്കും, ഇവിടെ കേസ് കൊടുക്കും, പറയാൻ പാടില്ല. അപ്പോഴും നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബ് എനിക്ക് 25 ബിൽഡിംഗ് തന്നിട്ട് 25-ൽ 1 നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബാക്കി 24 അവിടെ തന്നെ ഉണ്ടല്ലോ, നല്ല നിലയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, സാരല്ല, ഒക്കെ പടച്ചോന്റെ വിധിയല്ലേ, ഖൈറും ശർറും അല്ലാഹുവിന്റെ വിധിയല്ലേ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പടച്ച റബ്ബ് അതിന് പകരം വേറെ ഒന്ന് തരും. നേരെ മറിച്ച് ഈ 25-ൽ നിന്ന് 1 മാത്രം പോയതിന്റെ പേരിൽ അതിന് മാത്രം വാശിയുമായിട്ട് നമ്മൾ നടന്നു പോയാൽ പിന്നെ ഓരോന്നും മൈനസാകും. 25-ൽ നിന്ന് 24, 24-ൽ നിന്ന് 23, അങ്ങനെ മൈനസായി എല്ലാം നഷ്ടപ്പെടുന്ന വിഭാഗത്തിലെത്തും. അല്ലാഹു തആല. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിച്ചു, പടച്ച റബ്ബല്ലേ എനിക്ക് എല്ലാം നൽകുന്നത്, അൽഹംദുലില്ലാഹ്, ബാക്കിയെല്ലാം ഇവിടല്ലേ എന്ന ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ നമ്മൾ പറയുന്നത് അല്ലാഹു തന്ന ഓരോ അനുഗ്രഹങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ എന്റെ മക്കളെ കെട്ടിച്ചയച്ചു, മക്കൾക്കുള്ള വീടുകളൊക്കെ ഉണ്ടായി, ഹജ്ജ് ചെയ്തു, അതുപോലെ തന്നെ എനിക്കൊരു രോഗവുമില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വാചകങ്ങൾ പറയുമ്പോഴും അഹങ്കാരത്തിന്റെ വാചകമല്ലാതെ ഇതെല്ലാം പടച്ച റബ്ബല്ലേ എനിക്ക് നിറവേറ്റി തന്നിട്ടുള്ളത്, എനിക്കൊന്നും കഴിയില്ല. നേരെ മറിച്ച് നമുക്കൊരു നല്ല ഒരു പനിയങ്ങ് പനിച്ചു കഴിഞ്ഞാൽ പിന്നെ പടച്ച റബ്ബ് തീരുമാനിക്കുകയാ, ഇവനൊരു ക്യാപ്സൂൾ കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല, ഒരു പാരസെറ്റമോൾ കഴിച്ചാലും ഒരു കാര്യവുമില്ല, ഒരു തവണ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു പനി മാറുന്നില്ല, അടുത്ത ഹോസ്പിറ്റലിലേക്ക് പേടിച്ചോടുന്നു, അവിടെ വെച്ചിട്ടും മാറുന്നില്ല, ഒരുപാട് ഡോസുകൾ ഇഞ്ചക്ഷനുകൾ നടത്തി മാറുന്നില്ല, ഡോക്ടർമാര് പരിശോധിച്ചു നോക്കുന്നു, ഒരു കുഴപ്പവുമില്ല, പനി മാത്രമേ ഉള്ളൂ. പക്ഷേ പരീക്ഷകർക്ക് നമ്മെ ഒന്ന് പനിപ്പിക്കാനാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയില്ലേ?
അവിടെയില്ലേ നമ്മുടെ ഈ അഹങ്കാരത്തിന്റെ വാചകത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതാണ് പറയുമ്പോൾ സൂക്ഷ്മതയോടുകൂടെ വാചകങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചു വേണം പറയാൻ. അഹങ്കാരത്തിന്റെ വാചകം പറയരുത്, മറിച്ച് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. അതുകൊണ്ടാണല്ലോ സൂറത്തുൽ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദിസ്. ഓ നബിയേ, തങ്ങൾക്ക് നാം നൽകിയ അങ്ങേക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഫഹദിസ്, തങ്ങൾ എടുത്തു പറഞ്ഞോളൂ. ഇനി അവിടെ പഠിക്കാനുള്ളത് അവയവങ്ങളെ കൊണ്ടുള്ള ശുദ്ധ, അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ. നിസ്കാരം അത് വലിയ ഒരു ശുക്റാണ്. അതുകൊണ്ടാണല്ലോ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ നിസ്കാരം ഒരു നിരീക്ഷകൻ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിച്ചു, മുസ്ലിമിന്റെ നിസ്കാരം ഒന്ന് വീക്ഷിച്ചു നോക്കട്ടെ എന്ന് കരുതി നിരീക്ഷിച്ചു. നിരീക്ഷണത്തിൽ അദ്ദേഹം ഓരോന്നും മനസ്സിലാക്കുകയാണ്. ഖിബ്ലക്ക് മുന്നിട്ടു, ഒരേ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കഅബാലയത്തിലേക്ക് അവൻ തിരിഞ്ഞു. പിന്നെ അവന്റെ കൈ പൊന്തിക്കുകയാണ്. കൈ പൊന്തിച്ചു തക്ബീറത്തുൽ ഇഹ്റാം കൊള്ളുന്നു. മനസ്സിനും കയ്യിനുമൊക്കെ ആരോഗ്യം കിട്ടുന്നു, ഹൃദയത്തിന് ആരോഗ്യം കിട്ടുന്നു. പിന്നെയോ പിന്നെ റുക്കൂയിലേക്ക് പോകുന്നു, എഴുന്നേൽക്കുന്നു, സുജൂദിലേക്ക് പോകുന്നു. എല്ലാം ശ്രദ്ധിച്ച് അദ്ദേഹം ഇങ്ങനെ വീക്ഷിക്കുകയാണ്. അതോടുകൂടെ എല്ലാ സന്ധികളും ഒരു അയവ് വന്നുപോയി. ഇടയിലെ നമ്മുടെ കൈ അയഞ്ഞു, നമ്മുടെ കൈമുട്ട് അയഞ്ഞു. നമ്മളിങ്ങനെ പൊന്തിച്ചപ്പോൾ നമ്മുടെ എല്ലാം അയഞ്ഞു. റുക്കൂയിലേക്ക് പോയപ്പോൾ നമ്മുടെ ഊര, നമ്മുടെ മുട്ട് സുജൂദിലേക്ക് പോയപ്പോൾ എല്ലാ ഭാഗങ്ങളും എല്ലാ സന്ധികളും വളരെ നല്ല അടിപൊളിയായി, അതെല്ലാം വളരെ വൃത്തിയിൽ അവന്റെ ശരീരത്തിന് ഊർജം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ ഇനി ഒരു സന്ധിയും കൂടെ അഴിയാനുണ്ടല്ലോ, ഇതെന്താ ഉൾപ്പെടാത്തത് എന്നും ഇങ്ങനെ കരുതി നിൽക്കുമ്പോഴാണ് നിസ്കാരം അവസാനിച്ചുകൊണ്ട് ആ മനുഷ്യൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതോടുകൂടെ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. കാരണം അതോടുകൂടെ തലയുടെ സന്ധിയും അയഞ്ഞു. നിസ്കാരം ഒരു വലിയ ഇബാദത്താണ്, അത്ഭുതമായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ആ നിസ്കാരമാണ്. അപ്പോൾ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇബാദത്താണ്, അവയവങ്ങളെ കൊണ്ടുള്ള ശുക്റാണ് നിസ്കാരം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന റജുലൻ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഒരാൾ പറഞ്ഞു, സഅലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, നബിയേ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ വഖത്തിൽ തന്നെ നിസ്കരിക്കലാണ്, അല്ലാഹുവാകാതെ അതിന്റെ വഖത്തിൽ തന്നെ നിസ്കരിക്കലാണ്. വബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. സുമൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യലാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അത് ഇബാദത്ത്, ആ ഇബാദത്ത് അവയവങ്ങളെ കൊണ്ടുള്ള ശുക്റാണ്. എന്നാൽ സകാത്ത് കൊടുക്കലോ, ആ സകാത്തിൽ നിന്നാണ്, നമ്മുടെ സമ്പത്തിൽ നിന്നാണല്ലോ സകാത്ത് കൊടുക്കുന്നത്. എങ്കിലും അത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നടന്നു പോകുന്നു, അത് നമ്മുടെ അവയവമാണ്.
ആ വ്യക്തിയുടെ വീട്ടിലെത്തിയാൽ നമ്മുടെ കൈകൊണ്ട് ആ വ്യക്തിയിലേക്ക് ആ സകാത്തിന്റെ സമ്പത്ത് കൈമാറുന്നു. അത് നമ്മുടെ കരങ്ങളെ കൊണ്ടുള്ള പ്രവൃത്തിയാണ്. അപ്പൊ അവയവങ്ങളെ കൊണ്ടുള്ള ശുക്റാണത്. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നോമ്പെടുത്തു നോക്കിയാൽ നമ്മുടെ ശരീരത്തെ ഒരു മാസക്കാലം സുബഹി മുതൽ മഗ്‌രിബ് വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനും ആത്മീയത നൽകി ആത്മസംസ്കരണം ഉണ്ടാക്കി തരുന്ന ഒരു വിവാദത്താണല്ലോ നോമ്പ്. ആ നോമ്പും അല്ലാഹുവിനുള്ള അവയവങ്ങളെ കൊണ്ടുള്ള ശുക്റാണ്. ഇനി ഹജ്ജ് എടുത്ത് നോക്കൂ, പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ച് ഒരേ വേഷത്തിൽ ഒരേ മന്ത്രധ്വനി മുഴക്കി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന മന്ത്രധ്വനി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ കഅബയിലെത്തുകയാണ്. അതിൽ നടത്തമുണ്ട്. ആ നടത്തമാണല്ലോ തവാഫ്. ആ നടത്തമാണല്ലോ സഫാ മർവ മലകൾക്കിടയിലൂടെയുള്ള സഅയ്. അതിൽ ഓട്ടമുണ്ട്. അതിന്റെ നടത്തമാണല്ലോ അത്. രാപ്പാർക്കലുണ്ട്. മിനയിൽ രാപ്പാർക്കലുണ്ടല്ലോ. ഏറുണ്ട്. ചമ്രകളെ അറിയലുണ്ടല്ലോ. മുടി കളയലുണ്ട്. അറബ് നടത്തലുണ്ട്. അറഫയിൽ നിൽക്കലുണ്ട്. അതേ ഒരു വാഹനത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കയറ്റിയാൽ നമ്മൾ ബ്രേക്കിനിടാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ശരീരത്തെ ശരിക്കും ഒന്ന് ബ്രേക്കിനിടുകയാണ് ഹജ്ജ് ചെയ്യുന്നത്. ആ ഹജ്ജിലൂടെ ആ ഹജ്ജിൽ നിസ്കാരമുണ്ട്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ നിസ്കാരം അങ്ങനെയല്ല. അവിടെ നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. അതേ രൂപത്തിൽ നിസ്കാരങ്ങളുണ്ട്, തവാഫുണ്ട്, സഅയുണ്ട്, എറിയലുണ്ട്, ഓട്ടമുണ്ട്, മുടി കളയലുണ്ട്, അറമുണ്ട്. എല്ലാം കൂടെ ഒരു വണ്ടിയെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി നോക്കിയാൽ അതിന്റെ ബ്രേക്കിന്റെ കട്ടയുണ്ടോ, അതിൽ ഗ്രീസ് ഉണ്ടോ, അതിൽ ഓയിലുണ്ടോ, അതുപോലെ തന്നെ ടയർ വളരെ വൃത്തിയിലുണ്ടോ, ഈ ടയർ മാറ്റണോ, അങ്ങനെ തുടങ്ങി എഞ്ചിന് വല്ല കംപ്ലൈന്റും ഉണ്ടോ, പുക പരിശോധിക്കുന്നു. എല്ലാം പരിശോധിച്ച് ആ ഷോറൂമിൽ നിന്ന് ഇറക്കുന്നത് പോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ റബ്ബിലേക്ക് ലയിച്ചുകൊണ്ട് വിശുദ്ധ ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ടാകുന്ന അനുഭൂതി. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ഹജ്ജ് ചെയ്താലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ റജഅക യൗമ വലദതു ഒരാൾ ഹജ്ജ് ചെയ്തു, അതിൽ ഒന്നും കലർന്നിട്ടില്ല, വിളച്ചതയില്ല, ഒരു കാപട്യവുമില്ല, ആ രൂപത്തിൽ കറകളഞ്ഞ രൂപത്തിൽ അവൻ ഹജ്ജ് ചെയ്താൽ അവൻ മടങ്ങി വരുന്നത് എങ്ങനെയാണ്? ഒരു ഉമ്മ ഒരു ചെറിയ കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിന് ഇന്നേവരെ ഒരു പാപം ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നും കലർന്നിട്ടില്ലല്ലോ, ശുദ്ധ മനസ്കതയിൽ ആ കുഞ്ഞ് ജനിച്ചല്ലോ. ആ രൂപത്തിലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഹജ്ജ് ചെയ്ത് മടങ്ങി വരുമ്പോഴുള്ള അനുഭൂതി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള പ്രതിഫലം പറഞ്ഞത് എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മബ്റൂറായ ഹജ്ജ്, അതിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഒറ്റ വിഷയം പോലെ പറഞ്ഞു നിർത്തുകയാണ്. നാവ് കൊണ്ടുള്ള ശുക്രിന്റെ ഭാഗത്ത് മഹാന്മാർ എണ്ണുകയാണ്. ശുക്റുൽ വസായിദി ശുക്റുൽ ലിസാൻ. ഒരു മധ്യവർത്തി മുഖേന അല്ലാഹുവിന് ശുക്ർ ചെയ്യൽ. മധ്യവർത്തി മുഖേന എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും വല്ല അനുഗ്രഹവും ചിലപ്പോൾ ഒരു വ്യക്തി മുഖേന ലഭിച്ചിട്ടുണ്ടാകാം. ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു ഡ്രസ് അല്ലെങ്കിൽ നല്ലൊരു വാഹനം ഒരു വ്യക്തി മുഖേന ലഭിച്ചാൽ ആ വ്യക്തിയാണ് എനിക്കിത് തന്നത് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നേരെ ഡയറക്റ്റായിട്ട് എത്തുന്നത് അല്ലാഹുവിലേക്കാണ്. കാരണം അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, എന്നാൽ ഏറ്റവും വലിയ മധ്യവർത്തി ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ മുഖേന
നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം ലഭിച്ചിട്ടുണ്ടോ അതിന്റെ മുഴുവനും സബബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ലോകം പടക്കാൻ കാരണദൂതർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ മുഖേനയാണ് എല്ലാം ലഭിച്ചത്. അപ്പൊ ആ തങ്ങളെ മദ്ഹ് പറഞ്ഞാലോ, ആ തങ്ങളെ മദ്ഹ് പറയുന്നത് അല്ലാഹുവിനുള്ള സ്തുതിയാണ്. ആ തങ്ങളെ മാസം വരുമ്പോൾ മൗലിദ് ചൊല്ലുന്നത് അല്ലാഹുവിനുള്ള സ്തുതിയാണ്. ആ തങ്ങളെ മൗലിദിന്റെ മാസം വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നത് അല്ലാഹുവിനുള്ള സ്തുതിയാണ്. ആ തങ്ങളെ മൗലിദ് വരുമ്പോൾ നമ്മുടെ പള്ളി അലങ്കരിക്കുന്നത് അല്ലാഹുവിനുള്ള സ്തുതിയാണ്. ആ തങ്ങളെ മൗലിദ് വരുമ്പോൾ ആ തങ്ങളുടെ പേരിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ എല്ലാം അല്ലാഹുവിനുള്ള സ്തുതിയാണ്. അതുകൊണ്ട് തന്നെ ശേഖർ പറയുന്നത് പോലെ ശിർക്കാണ് ശിർക്കാണ് എന്ന് പറയുന്ന വിവാദത്തിൽ നമ്മൾ ആരും പെട്ടുപോകരുതേ മുഅ്മിനീങ്ങളെ. നബിദിനമായി കഴിഞ്ഞാൽ നോട്ടീസുകൾ ഇറക്കാൻ തുടങ്ങി. മൗലിദ് ശിർക്ക് ശിർക്ക് എന്ന് പറഞ്ഞ് അതേ നമ്മുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നവർ, അതേ മുഫസ്സിറുകൾ പറഞ്ഞ ഈ തഫ്സീറുകൾ കണ്ടിട്ടില്ല. ശുക്റുൽ മസായിദ് ശുക്റുൽ ലിസാൻ, ശുക്റുൽ മസായിദ് മധ്യവർത്തി മുഖേനയുള്ള ശുക്ർ, ശുക്റുൽ ലിസാൻ അത് നാക്കുകൊണ്ടുള്ള നന്ദിയാണ്. ആർക്ക്? ലില്ലാഹി, അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 1000 വട്ടം സ്വലാത്ത് എല്ലാം എത്രയോ തവണ മൗലിദ് എല്ലാം മൗലിദ് ഒരിക്കലും ശിർക്കാവുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് ചൊല്ലാം ആമീൻ ആമീൻ തേരായി ബദറിലോ ബാദലെങ്കിടോ നോരെ കാണുവാൻ വീതി അസ്സലാത്തോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തോ يا حبيب الله يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم مولاي سلم دائما أبدا لهم من يا رسول الله جاءك بإذا الكريم تجلى باسم منتقم مولاي وسلم دائما أبدا على حبيبك فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي وسلم دائما أبدا على حبيبك يا نفس لا تقنطي من زلة عظمى إن الكبائر في غفران كاللهب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربه لا يقسمها تهدي على حسب عصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجاء
دائمة على النبي بالمهلم ومنسجمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل وصحبه ثم التابعين لهم أهل الرضا والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مما نهت عذبا في الباهر الحصبا وأقرب العيسى بعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان بالكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سهل سعيد زبير كالحاكم وعامر عبيدات مقني عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا അദ്ദേഹത്തിൻ്റെ വകയാണ്. അദ്ദേഹത്തിൻ്റെ മകളും അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തിൻ്റെ ഉപ്പ എല്ലാം ഖബറിലാണ്. അതിൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ട്. ആ പൊന്നുമോളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മകൾ മുഖേന സ്വർഗ്ഗത്തിലെത്താൻ അദ്ദേഹത്തിന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവരുണ്ട്, പല വ്യക്തിത്വങ്ങളെ ദുആ ചെയ്യാൻ എത്തിച്ചവരുണ്ട്. ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ചെമ്മാടെത്തിയത് ഒരു ഫോൺ വിദേശത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്.
നമ്മൾ 2 ആഴ്ച മുൻപ് വളരെ വിഷമത്തോടുകൂടെ ദുആ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനം തനാസിലൊക്കെ ഒരു അഫ്ഗാനി എടുത്തു വെക്കുകയും അതുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ട് 15 ദിവസത്തോളം അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പൂട്ടിക്കിടക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ദുആ ചെയ്തതിൻ്റെ ഫലമായി എന്ന് അദ്ദേഹം പറഞ്ഞു. അൽഹംദുലില്ലാ, വിധി അനുകൂലമായി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ സ്ഥാപനം തുറക്കണം. നാളെ കഴിഞ്ഞ് ക്ലീനിങ് ചെയ്തിട്ട് തുറക്കണം. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങൾ കോഴിക്കോട് പറഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒടുക്കുകളിലൊക്കെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമുക്കൊക്കെ അല്ലാഹു റാഹത്തും സന്തോഷവും സമാധാനവും ആവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഒരു 10 തരീഖ് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد. اللهم اوصل وبلغ مثل ثواب ما قرأناه وما مدحناه الى حضرة نبينا وشفيعنا وسيدنا ومنجينا وهادينا مصطفانا محمد صلى الله عليه وسلم وإلى حضرات سائر الأنبياء والمرسلين وإلى حضرات من فارقنا من آبائنا وأمهاتنا وساداتنا وأساتذتنا وتلاميذنا وجميع المؤمنين والمؤمنات. أرحم الراحمين يا الله. സാധുക്കളായ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇവിടെ വരുന്നു, മജ്‌ലിസിൽ കൂടുന്നു. നീ കബൂലാക്കണം റഹ്മാനെ. ആവശ്യമായ നമ്മൾ ചർച്ച ചെയ്യുന്നു. റബ്ബേ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം റഹ്മാനെ. തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇഖ്ലാസ് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നിസ്കാരം ഒന്നുപോലും ഖളാഅാകാതെ കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ കണ്ണും നാക്കും എല്ലാം നിന്റെ ത്വാഅത്തിലായി വളർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരാവയവങ്ങൾ മുഴുവൻ ഹറാമില്ലാതെ ഹലാലായ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിലേക്ക് ഹറാമ് കടന്നു കയറുന്നതിൽ നിന്ന് നീ ബ്ലോക്ക് ചെയ്യണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്കൊക്കെ ഹലാലായത് സമ്പാദിച്ച് ഹലാലായത് ലഭിച്ച് വളരാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ അകറ്റി തരണേ റഹ്മാനെ. കടങ്ങളൊക്കെ നീ വീട്ടി തരണേ റഹ്മാനെ. വീടുപണികളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. രോഗികളായി ഞങ്ങൾ ആരെയും കിടത്തരുത് റഹ്മാനെ. റബ്ബേ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ റഹ്മാനെ. എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ അലട്ടുന്നുണ്ടോ എല്ലാം ഷാഫിയായ റബ്ബേ നീ ശിഫയാക്കി തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങളുടെ സമ്പത്തിലും മക്കളിലും എല്ലാത്തിലും നീ വർദ്ധനവ് തരണേ റഹ്മാനെ. ഞങ്ങളെ നീ തളർത്തി കളയരുത് റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനോട് തഖ്വയോടെ നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ലാഹ്. റബ്ബേ, അവസാനം കാമിലായ ഈമാനോടുകൂടി നിന്റെ കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുന്ന സമയം പിശാച് പോലും പിഴപ്പിക്കുന്ന അവസരമാണ് റബ്ബേ. ആ സമയത്ത് പിശാചിന് ഒരു ലവലേശം പിഴപ്പിക്കാനുള്ള ഒരു പഴുതും കൊടുക്കാതെ നിന്റെ മഹാന്മാരുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവലും ബദർ ശുഹദാക്കളുടെ കാവലും നിന്റെ കലിമത്തുൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം ഞങ്ങളുടെ അവസാനത്തെ വാചകമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടാൻ
നീ ഭാഗ്യം തരണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا من الغفور برحمتك يا ارحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد